ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ജംഷഡ്പൂർ FC നേരത്തെ തന്നെ പ്ലേ ഓഫ് സാധ്യത ഉറപ്പിച്ചിരുന്നു. നിലവിൽ പോയിന്റ് പട്ടികയിൽ 5-ാം സ്ഥാനത്താണ് അവരിപ്പോൾ ഉള്ളത്. 24 മത്സരങ്ങളിൽ നിന്ന് 12 വിജയം, 38 പോയിന്റ് നേടിക്കൊണ്ടാണ് അവരിപ്പോൾ 5-ാം സ്ഥാനത്തുള്ളത്. എന്നാൽ സമീപകാലത്തെ അവരുടെ പ്രകടനം അത് വളരെ ദയനീയമാണ്. അവസാനത്തെ 6 മത്സരങ്ങളിൽ കേവലം ഒരു വിജയം മാത്രമാണ് ഖാലിദ് ജമീലിന്റെ ജംഷഡ്പൂരിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് തന്നെ ദുർബലരായ മുഹമ്മദൻ എസ്സിക്കെതിരെയാണ്. ബാക്കിയുള്ള മിക്ക മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയോ സമനില വഴങ്ങുകയോ ആണ് ചെയ്തിട്ടുള്ളത്. ജംഷഡ്പൂരിന്റെ ആ ഒരു അവസാനത്തെ 6 മത്സരങ്ങൾ നമുക്കൊന്ന് നോക്കാം. ബംഗളൂരു FC-യോട് എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അവർ പരാജയപ്പെട്ടു. അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനോട് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോറ്റു. മുഹമ്മദൻ എസ്സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. കേരള ബ്ലാസ്റ്റേഴ്സിനോട് 1-1 സമനില വഴങ്ങി. അതിനുശേഷം ജംഷഡ്പൂര് ഒഡീഷയോട് 2-3 ഒരു തോൽവി വഴങ്ങി എന്നുള്ളതാണ്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ ചെന്നൈയിൻ FC-യോട് ഒരു നാണം കെട്ട തോൽവിയാണ് ജംഷഡ്പൂരിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 2-നെതിരെ 5 ഗോളുകൾക്കാണ് ചെന്നൈയിൻ FC അവരെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം, പോയിന്റ് പട്ടികയിൽ തങ്ങളെക്കാൾ പിറകിലുള്ള ടീമുകളോട് വരെ വളരെ ദയനീയമായ പ്രകടനം നടത്തിക്കൊണ്ട് ജംഷഡ്പൂർ ഇപ്പോൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. അത്രയും മോശം പ്രകടനമാണ് ജംഷഡ്പൂരും അതുപോലെ തന്നെ അവരുടെ പരിശീലകനായ ഖാലിദ് ജമീലും ഇപ്പോൾ പുറത്തെടുക്കുന്നത്. പ്ലേ ഓഫിൽ ഇനി അവർക്ക് വലിയ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുന്നതിൽ അർത്ഥമില്ല. സീസണിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ മധ്യം വരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജംഷഡ്പൂരിന് ഇത് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എന്നത് ആരാധകർക്ക് ഒരൽപ്പം ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.